ഹലോ നമസ്കാരം. പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 98ാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. 98ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസമാണ്, ഗ്രാൻഡ് ഫിനാലെ ദിവസമാണ്. പക്ഷെ എനിക്ക് മൂന്നാമത്തെ എപ്പിസോഡാണ്. അതെ, ഏറ്റവും ഫൈനൽ അവസാനത്തെ ദിവസമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ലാലേട്ടൻ മണ്ടൻ എന്ന് പറഞ്ഞ ആ ഒരു നാവ് കൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ 6ന്റെ വിന്നർ ആണെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നൊരു ദിവസം തന്നെയായിരുന്നു ഇന്നല്ലേ ജിൻഡോനെ? എന്താണ് അതിനെപ്പറ്റി തോന്നുന്നത്, പറയാൻ തോന്നുന്നത്? തമ്മിൽ ഭേദം തൊമ്മൻ, അത്ര എനിക്ക് തോന്നിയുള്ളൂ. അപ്പം ജിൻഡോ ഡിസേർവിംഗ് അല്ലെന്നാണോ പറയുന്നത്? ഡിസർവിംഗ് ആണെന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ നോക്കുമ്പോ ആണ്. പക്ഷെ ഓക്കെ. കഴിഞ്ഞ സീസണിലൊക്കെ വന്നിട്ടുള്ള പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം വാക്ചാതുര്യം വാഗ്വാദവും കൊണ്ട് അഖിൽമാരാറിനോടൊപ്പം എത്തുമോ എന്ന് വെച്ചാൽ എത്തത്തില്ല. ഇല്ല. എന്നാലും ഗെയിം പ്ലാൻസും എല്ലാം ഉണ്ടോ എന്ന് വെച്ചാൽ അതുണ്ട്. എന്തായാലും ഒരു ഓൾറൗണ്ടർ പോലെ അത്യാവശ്യം ഫണ്ണും എന്നാ മാസെങ്കിൽ മാസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സാധനം. പക്ഷെ സാബു മോനെ പോലെയോ അഖിൽമാരെ പോലെയോ എക്സ്ട്രീം അല്ല. എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഇതല്ല. ചില സമയത്ത് സൈലന്റ് ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. അതെ. ഒരു എല്ലാം കൂടെ ഒരു അവിയിൽ വരുവാണ്. ചില സമയത്ത് ഇപ്പൊ ഇവിടെ വന്നിട്ട് പുള്ളി സിഗരറ്റ് വലി തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് നുണ പറഞ്ഞിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പോയി സത്യം പറയും, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ലാലേട്ടന്റെ മുന്നിൽ കള്ളം പറയും. ഈ കൂട്ടത്തിൽ ഇപ്പൊ അഖിൽമാരൊക്കെ ഈ സീസണിലായിരുന്നെങ്കിൽ പുഷ്പം പോലെ പുള്ളി വിജയിച്ചാലായിരുന്നു. ഇതിപ്പോ അങ്ങനെ ഒരു സത്യം പറഞ്ഞ തക്കത്തിനൊത്തൊരു എതിരാളി ഉണ്ടായിരുന്ന ഡി ജെ സിബിൻ മാത്രമാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഡി ജെ സിബിൻ പുള്ളിക്കാരന്റെ കൂടെ ചേർന്നുള്ള കളിയായിരുന്നു, അത് പുള്ളി പുറത്തു പോവുകയും ചെയ്തു. അല്ലടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ജിൻഡോയ്ക്ക് എതിരാളി ഉണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ളൊരു എതിരാളി ജാസ്മിനെ പറയാൻ പറ്റത്തില്ല എന്നാണോ ഇപ്പൊ പറഞ്ഞത്, ഉദ്ദേശിച്ചത്? ജാസ്മിനൊക്കെ ഒരു സമയത്ത് എതിരാളിയായിരുന്നു, പിന്നെ 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 അങ്ങ് മാറിയല്ലോ. ഉദാഹരണത്തിന് ഒരു കട്ട എതിരാളി തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ റോക്കി ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നൊരു 40-50 ദിവസമൊക്കെ ആയപ്പോ പിന്നെ ഒരു മൃഗീയ ഭൂരിപക്ഷം പിന്നെ അങ്ങ് നിലനിർത്തി പോവായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ അഖിൽമാരാർക്ക് കിട്ടിയ പോലെ ഒരു വോട്ടിങ് തുടക്കത്തിൽ മണ്ടൻ എന്നുള്ളൊരു എന്താണ് കാപ്പ ചാരത്തി കൊടുത്തതിന് ശേഷം കിട്ടിയ സപ്പോർട്ട് ഇത് തീരുന്നത് വരെ, സീസൺ അവസാനിക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്ത് പോയി. പുള്ളിക്കാരുടെ ലൈഫ് എല്ലാം മോട്ടിവേറ്റിംഗ് ആണ്. കാണുന്ന ഒരുപാട് പേർക്ക് ഒരുപക്ഷെ പുള്ളിയുടെ അനുകമ്പയും എല്ലാം തോന്നുന്നു, മോട്ടിവേറ്റഡ് ആകും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോ ഈ ചില ആൾക്കാര് പാവപ്പെട്ട ആളല്ലേ കിട്ടട്ടെ എന്ന് വെച്ചാൽ ഇപ്പൊ പുള്ളി പഴയ ഒരു തുക്കട സെറ്റപ്പിൽ പാവപ്പെട്ട രീതിയിലൊന്നും അല്ല. സെലിബ്രിറ്റി ട്രെയിനർ ആയ ശേഷം പുള്ളി ഇപ്പൊ BMW കാറും എല്ലാം ഉള്ള നല്ലൊരു വെൽ സെറ്റിൽഡ് ലെവലിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു ടൈറ്റിൽ പുള്ളിയെ ഈ ഒരു കൂട്ടത്തിൽ നിന്ന് അർഹിക്കുന്നുണ്ട്. പക്ഷെ യൂസ് ചെയ്യുന്നു പഴയ ആ ഒരു മോട്ടിവേഷൻ കഥ, അതാണോ ഉദ്ദേശിക്കുന്നത്? പ്രാഞ്ചിയേട്ടൻ ഒരു മോശപ്പെട്ട രീതിയിലല്ല പറഞ്ഞേ. പക്ഷെ ആ ഒരു പൈസ അർഹിക്കുന്ന വേറെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഋഷിയൊക്കെ ഒരു വീടെന്ന സ്വപ്നം കൂടെ കൊണ്ടാണ് ഇവിടെ വന്നത്. പുള്ളി വാടക വീട്ടിലൊന്ന് താമസിക്കുന്നേക്കാളാണ്. അപ്പോ ഈ ഫണ്ട് അതല്ലെങ്കിൽ ഈ 50 ലക്ഷം എന്നുള്ളത് ഈ പ്രൈസ് മണി ഫസ്റ്റ് ആളിന് മാത്രമേ ഉള്ളൂ, പിന്നെ മണി ബാഗിനേ ഉള്ളൂ. അതൊക്കെ ഒന്ന് പൊളിച്ചെഴുതി ഒന്ന് ലാസ്റ്റ് പ്രൈസ് 5ാമത്തെ സ്ഥാനക്കാരന് ഒരു 5 ലക്ഷം ഉണ്ടെങ്കിൽ കിട്ടുന്ന രീതിയിലൊക്കെ ആക്കിയ കുറച്ചുകൂടെയൊക്കെ ആൾക്കാർ ഇതിലേക്ക് അട്രാക്ട് ആയി. ഈ പാവപ്പെട്ടവന്മാരെ സഹായിക്കാനായിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം അല്ലല്ലോ സത്യത്തില്. അങ്ങനെയാണെങ്കിൽ നന്ദനിക്ക് ഒരു പണപ്പെട്ടി കൊടുക്കുന്നതിന് ഒരു അർത്ഥമില്ലാതായി പോകില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിയാണ്. ജിൻഡോ തന്നെ ആരോടോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ടൈറ്റിലാണ് പ്രധാനം, പൈസ അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ ഒരിക്കൽ സുരേഷ് പോലും പറഞ്ഞത്. ശരിയാണ്. എടാ, മറ്റൊരു കാര്യം കൂടെ ചോദിക്കണേ. ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് ഇപ്പോ സീസൺ 10 നിൽക്കുകയാണ്. സീസൺ 10 നിൽക്കുകയാണ്. അപ്പോ ഓരോന്ന് പറഞ്ഞു വരികയാണ്. അപ്പൊ സീസൺ 6 ആരാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോ ഫസ്റ്റ് പേര് നമ്മുടെ ജാസ്മിൻ അല്ലേ പറയാൻ സാധ്യതയുള്ളൂ. തന്നെയാണ് വരുന്നത്. ഏറ്റവും മെയിനായിട്ട് ജാസ്മിൻ തന്നെയാണ് പറയുന്നത്. അതെ, എന്നുവെച്ചാൽ പുള്ളിക്കാരിയുടെ തോളിലല്ലായിരുന്നോ സീസൺ 6 എന്റെ ഭൂരിഭാഗവും? ഞാൻ ആ ഒരു രീതിക്ക് തന്നെയാണ് നടന്നത്. എന്താടാ, കേട്ടില്ല. ഒരു വശത്ത് ജാസ്മിൻ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിന്റെ. അതെ. അല്ല, ഇപ്പൊ ഗെയിം കളിക്കാനായാലും ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കാനായാലും ട്രിഗർ ചെയ്യാനായാലും തുടങ്ങി എന്ത് ഇമോഷണലായാലും ഈ പറയുന്ന അടിയുണ്ടാക്കാനായാലും ലാലേട്ടന്റെ കയ്യിൽ നിന്ന് തെറിവിളി കേൾക്കാനായാലും തുടങ്ങി എല്ലാ എപ്പിസോഡിലും ഒരൊറ്റ ദിവസം പോലും ഈ പറയുന്ന ജാസ്മിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഇല്ലാത്തൊരു ദിവസം ഇല്ലല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. പക്ഷേ ഈ പറയുന്ന ജിൻഡോ ഇല്ലാത്ത എത്രയോ ദിവസങ്ങളുണ്ടായിരുന്നു നമുക്ക് പറയാൻ വേണ്ടി. പക്ഷെ ഈ പറഞ്ഞ പോലെ പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറെ സംഭവങ്ങൾ
ഈ പറയുന്ന ജിൻഡോ കാണിച്ചു. പക്ഷേ ഈ ജാസ്മിൻ കാണിച്ചത് ഈ പറയുന്ന പൊതുബോധത്തിന് എതിരായിട്ട് നിൽക്കുന്ന കുറെ സംഭവങ്ങൾ, ഈ പറയുന്ന സദാചാര ഓളികൾക്ക് ഈ പറയുന്ന വികാരം കൊള്ളുന്ന രീതിയിലുള്ള, എന്ന് വെച്ചാൽ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള കുറെ സംഭവങ്ങൾ ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതുകൊണ്ടായിരിക്കുമല്ലേ പുള്ളിക്കാരി പിന്നിലേക്ക് മാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ജനങ്ങൾ കൈവിട്ടിട്ടുള്ളത്. അത് മാത്രമല്ല, പുറത്തായ കണ്ടസ്റ്റൻസിന്റെ വോട്ട് മൊത്തം അർജുനല്ലേ കിട്ടിയത്. ഇപ്പൊ ശ്രീധുവിന്റെ വോട്ട് 2% 3% ആവട്ടെ, ആ ഒരു ഡിഫറൻസ് ഇല്ലാതാവില്ല ജാസ്മിനായിട്ടുള്ള. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോറയുടെ വോട്ട്, നോറ അർജുന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു. 2% ആണെങ്കിൽ 2%. ശ്രീധുവിന്റെ വോട്ട് ഉണ്ടാവും. ടോപ്പ് 5 വരെ എത്താനുള്ള അത്രയും വോട്ടിങ് പുള്ളിക്കാരിക്ക് ഉണ്ടെങ്കിൽ അതിന്റെ പകുതി പേര് വോട്ട് ചെയ്തതിന് നല്ലൊരു ലീഡ് കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു ലീഡൊക്കെ കൊണ്ട് തന്നെ അർജുൻ 2ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. ഓക്കെ, എന്തായാലും നമുക്ക് 5, 4, 3, 2, 1 സ്ഥാനം നമുക്ക് ആദ്യം ഒന്ന് പറയാം. 5ാം സ്ഥാനം ഋഷിക്കാണ്, 4ാം സ്ഥാനം അഭിഷേകിനാണ്, 3ാം സ്ഥാനം ജാസ്മിനാണ്, 2ാം സ്ഥാനം അർജുൻ, 1ാം സ്ഥാനം കപ്പടിച്ചത് ജിൻഡോയാണ്. അതിൽ എനിക്ക് ചോദിക്കാനുള്ളത് 5ാം സ്ഥാനത്ത് നിന്ന് തന്നെ നമുക്ക് തുടങ്ങി വരാം. 5ാം സ്ഥാനം ഋഷി ഓക്കെ ആണോ? നിനക്ക് എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? ഈ 5 പേരെ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരന് 5ാം സ്ഥാനത്തിൽ കൂടിയതൊന്നും കിട്ടാനുള്ള ഒരു സ്റ്റാൻഡ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 5ഉം കിട്ടാൻ യോഗ്യത ഇല്ലായിരുന്നു എന്നല്ലേ, അതല്ലേ ഉദ്ദേശിക്കുന്നത്? കാര്യം ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നല്ലേ? അതെ, 5 കിട്ടാൻ യോഗ്യത ഉണ്ടെന്ന് വെച്ചാൽ യോഗ്യത ഉണ്ട്. കാര്യം ഈ കൂട്ടത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഈ 5 പേരുടെ വെച്ച് നോക്കുമ്പോ പുള്ളി എന്താ പറയാ, ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. എടാ, പക്ഷെ മറ്റൊരു കാര്യം ഉണ്ടടാ, നമുക്ക് അൻസിബേനൊക്കെ വിടാം. സിജോയും ഋഷിയും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കടാ, ഋഷിയും പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ ടൈമിലും അൻസിബേരെ വോട്ട് കുറെ ഋഷിക്ക് കയറി, അതാണ് സിജോനെ കാട്ടി അങ്ങ് പൊങ്ങിയത്. നന്ദനയും എന്താണ് സിജോയും കൂടെ ചേർന്ന് കുറെ ഉണ്ടായിരുന്നു. ശരിയാണ് അതും ശരിയാണ്. ഓക്കെ, അപ്പൊ 5ാം സ്ഥാനം നമുക്ക് കൃത്യമായിട്ട് ഋഷിക്ക് തന്നെയായിരുന്നു കിട്ടേണ്ടിയിരുന്നതെന്ന് തന്നെയാണ് നീ പറയുന്നല്ലേ മൊത്തത്തില്? അതെ. പിന്നീട് 4ാം സ്ഥാനം അഭിഷേക്. എന്ത് തോന്നുന്നു? അഭിഷേക് ഈ പറയുന്ന പോലെ ടിക്കറ്റ് ഫിനാലെ കൂടെ കയറി ഇപ്പൊ ടോപ്പ് 5 എത്തിയ ആളാണ്. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന ഏകദേശം 27ാമത്തെയോ മറ്റോ ദിവസം വന്ന ആളാണ്. പിന്നെ അതിനുശേഷം ആദ്യം വന്നപ്പോ ഈ പറയുന്ന വമ്പനായിട്ടുള്ള ഒരു വലിയൊരു ഗെയിം പ്ലാൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താണ്? ആൽഫ മെയിൽ കളിച്ച് ഈ പറയുന്ന LGBTQ കമ്മ്യൂണിറ്റീനെ തേച്ചൊട്ടിച്ച് വലിച്ചു കീറി അങ്ങ് കുഴിച്ചിടാം എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ വന്നത്. പക്ഷെ ഇവിടെ എത്തിയ സമയത്ത് ഈ പറയുന്ന ഫുൾ പ്ലാനും പൊളിച്ച് അടുക്കേണ്ടി വന്നു. കാര്യം ആദ്യ 2-3 ദിവസം കൊണ്ട് തന്നെ ആ ഒരു മാസമായിട്ടുള്ള ഒരു സംഭവം, ഒരു മുഖപടം അഴിഞ്ഞു വീണു എന്ന് തന്നെ പറയാം. പിന്നീട് കണ്ടത് മറ്റൊരു അഭിഷേക് ശ്രീകുമാറിനെ ആയിരുന്നു. അത്തരത്തിൽ പുള്ളിക്കാരൻ ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ് എത്തിയിരിക്കുന്നത്. കാര്യം വൈൽഡ് കാർഡ് എൻട്രീസിൽ എനിക്ക് തോന്നുന്നില്ല ആദ്യ 5 സ്ഥാനത്ത് വന്നിട്ടുണ്ടോടാ, എനിക്ക് സംശയമുണ്ട്. അത് ആദ്യ 5 സ്ഥാനത്തിൽ വന്നിട്ടുണ്ടോ? വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നതിൽ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? സെക്കൻഡ് റണ്ണർ അപ്പ് ആയിരുന്നല്ലോ. ഓക്കെ, 3ാം സ്ഥാനം ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അഭിഷേകിന് 4ാം സ്ഥാനത്തിന് കിട്ടിയല്ലോ. അപ്പം അതിനെപ്പറ്റി എന്താ നിനക്ക് തോന്നുന്നത്? 4ാം സ്ഥാനത്തിൽ കൂടിയതൊന്നും പുള്ളിക്ക് നിലവിലെ അവസ്ഥയിൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾറെഡി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെയായിരുന്നു പുള്ളിക്ക് 4ാം സ്ഥാനത്തിൽ ലെവലിൽ നിൽക്കുന്നത്. ഒരു അൺഒഫീഷ്യൽ പോളത്തിൽ ജാസ്മിന് താഴെയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി 3ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഓക്കെ, എന്തായാലും ഈ പറയുന്ന 5ഉം 4ഉം സ്ഥാനം ഓക്കെ ശരിയാണ്. 5ാം സ്ഥാനം ഋഷിയും 4ാം സ്ഥാനം അഭിഷേകും, സമ്മതിച്ചു. പക്ഷേ 3, 2, 1 സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് നിന്നത്. അൺഒഫീഷ്യൽ പോളുകളിൽ നമ്മൾ ഒരുപാട് കണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ ജിൻഡോ ഫസ്റ്റ് തന്നെയാണ് നമ്മൾ കണ്ടത്. ആദ്യം മുതലേ അതിശക്തമായിട്ടുള്ളൊരു ലീഡിങ്, ഒരു ഇരട്ടി. ഇപ്പം 20 ആണെങ്കിൽ 40, അത്രയും പെർസെന്റേജിലാണ് ജിൻഡോയുടെ ഒരു വോട്ടിംഗ് ലെവലിൽ നിന്നത്. 25% ആണെങ്കിൽ 50%-ഓളം വ്യത്യാസത്തിലാണ്, ഇരട്ടിയോളം ഇതിലാണ് വോട്ടിങ്ങിലാണ് നിന്നത് ജിൻഡോ ഫസ്റ്റ്. പക്ഷെ ജാസ്മിൻ അർജുൻ തമ്മിൽ, സത്യത്തിൽ ജാസ്മിൻ ആയിരുന്നു സെക്കൻഡ് പൊസിഷൻ. ഈ പറയുന്ന ഒരുപാട് പോളുകളിൽ നമ്മൾ കണ്ടൊരു കാര്യം. പിന്നീട് എങ്ങനെയാണ് ജാസ്മിൻ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതെന്നാണ് തോന്നുന്നേടാ? അർജുൻ രണ്ടാമത്തേലേക്കും ജാസ്മിൻ 3ാമത്തേലേക്കും എത്തപ്പെട്ടതെന്ന്. അതിൽ ഈ പറയുന്ന ഗബ്രിയുടെ പങ്ക് എത്രത്തോളമാണ്? എന്താണ് നിനക്ക് മൊത്തത്തിൽ തോന്നാൻ അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്? നമ്മുടെ 3ാം സ്ഥാനം വന്നിരിക്കുന്ന നിലവിൽ ജാസ്മിൻ ആണ്. ശരിക്കും ഞാൻ സത്യം പറഞ്ഞ അൺഒഫീഷ്യൽ പോൾസ് എല്ലാം കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരി 2ാം സ്ഥാനത്ത് വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പല റൂമറുകളിലും 2ാം സ്ഥാനത്ത് അർജുൻ വരുന്നൊക്കെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞ വിശ്വസിച്ചില്ല. നേരിട്ട് കണ്ടപ്പോൾ തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. കാര്യം ഈ ഷോ തന്നെ മുന്നോട്ട് കൊണ്ടുപോയത് ജാസ്മിന്റെ ചുമലിലേറ്റിയാണ്. അതെ, പുള്ളിക്കാരി അറ്റ്ലീസ്റ്റ് റണ്ണറപ്പെങ്കിലും ആവാൻ വേണ്ടി, ഫസ്റ്റ് റണ്ണറപ്പ് ആവാൻ വേണ്ടി ഡിസർവിങ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്.
ശരിയാണ്. അതുകൊണ്ട് ഇതായിട്ടില്ല. പിന്നെ അവസാനത്തെ നിമിഷം ഗബ്രി വരുന്ന ഒരു ദിവസം വരുന്നത്. അതെ. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള നമ്മുടെ നോറയൊക്കെ അർജുന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു. അതെ. അപ്പം ആ ഒരു 2% ആ വോട്ട് കിട്ടുമല്ലോ. പിന്നെ ശ്രീധുവിന്റെ വോട്ട്, ഇതെല്ലാം ചേരുമ്പോഴത്തേക്കാണ് എനിക്ക് തോന്നുന്നത് അർജുൻ 2ാം സ്ഥാനത്തേക്ക് കയറി വന്നത്. 3ഓ 4ഓ സ്ഥാനത്ത് നിന്ന് ആൾ നേരിട്ട് 2ാം സ്ഥാനത്തിലേക്ക് പ്രൊമോഷൻ കിട്ടിയതുപോലെ ആയിരുന്നു. ശരിയാണ്. അപ്പൊ ഈ ജാസ്മിൻ നീ പറഞ്ഞ പോലെ ഗബ്രിയുടെ സ്വാധീനം നമുക്ക് വലിയ രീതിയിൽ പറയാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് നീ പറയുന്നല്ലേ? അത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അതൊരു വലിയ വോട്ടിംഗ് വ്യത്യാസം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, പക്ഷെ എന്തായാലും ഗബ്രി നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. ഉള്ള വോട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരൻ വന്നതിന് ശേഷം ഇപ്പൊ ചിലപ്പോ ഒരു 5 മണിക്കൂറോ 10 മണിക്കൂറോ ആയിരിക്കും വോട്ടിങ്ങിനുള്ളത്. അത്തരത്തില് ആ ഒരു വോട്ടിങ് ശരിക്കും ജാസ്മിന് കിട്ടേണ്ട വോട്ടുകൾ ശരിക്കും പോയിട്ടുണ്ട്. അത് ചോർച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വെറുപ്പീരായിരുന്നു ഈ പറയുന്ന പഴയ അതേ കാര്യങ്ങൾ തുടരുന്ന ഒരു പരിപാടി. ഉമ്മൊപ്പവും കെട്ടിപ്പിടുത്തവും ജനങ്ങൾ എന്തൊക്കെയാണോ കാണാൻ ആഗ്രഹിക്കാത്തത് അവരുടെ ഒരു കോംബോയിൽ ഉണ്ടാകുന്ന കുറെ സംഭവങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തത്. അത് എന്തുദ്ദേശത്തിലാണ് ചെയ്തതെന്ന് സത്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല. കാര്യം പുള്ളിക്കാരൻ പുറത്തു പോയി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ. നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ജനത്തിന് ഇഷ്ടമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷവും പുള്ളിക്കാരൻ ഇതേ ആറ്റിറ്റ്യൂഡിൽ ഇതേ കെട്ടിപ്പിടുത്തവും ഉമ്മൊപ്പും അതിനുവേണ്ടി ജാസ്മിൻ വന്നു കഴിഞ്ഞാലും ജാസ്മിനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയോ അല്ലെങ്കിൽ നമുക്ക് ഇതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് വേണ്ട എന്ന് പറയാനുള്ളൊരു ലോജിക്ക് എന്താണ് ഗബ്രി കാണിക്കേണ്ടായിരുന്നു. എന്തായാലും ഈ പറയുന്ന പോലെ 3ാം സ്ഥാനത്ത് ജാസ്മിൻ ഉണ്ട്, 2ാം സ്ഥാനത്ത് അർജുനുമായി. അർജുൻ ഈ പറഞ്ഞ പോലെ ശരിക്കും പുറത്ത് പോയവരുടെ വോട്ട് ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് നമ്മുടെ ശ്രീധുവിന്റെ വോട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടിയത്. അത്തരത്തിൽ അർജുന്റെ വോട്ടും അവരുടെ കോംബോ വോട്ടും ഈ പറഞ്ഞ പോലെ ശ്രീധു ഔട്ടായപ്പോ ശ്രീധുവിന്റെ വോട്ടും വന്നു ചേർന്നു. ഇപ്പൊ പറഞ്ഞ പോലെ നീ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അമീർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോറയുടെ വോട്ടും വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് കണ്ടസ്റ്റൻസ് അർജുനെ സപ്പോർട്ട് ചെയ്യാൻ വന്നു. കാര്യം സത്യത്തില് നമ്മൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്ന ജാസ്മിനും ഗബ്രിയും കൂടെയാണ് സംസാരിച്ചതെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ലക്കിയസ്റ്റ് ആയിട്ടുള്ള കപ്പിൾസ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, കോംബോ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഏൽക്കാതെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് അർജുൻ ശ്രീധു കോംബോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് സംഭവങ്ങളും വന്നിട്ടില്ല പൊതുവില്. അതിപ്പോ ജനങ്ങൾക്കിടയിൽ നിന്നായാലും കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ നിന്നായാലും. അപ്പൊ പുറത്തു പോയ പലരും ഈ പറഞ്ഞ പോലെ അർജുനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അവർക്ക് കിട്ടിയ വോട്ടിനെ അർജുനിലേക്ക് എത്തിക്കാൻ ഈ പറയുന്ന ബാക്കിയുള്ളവർ ശ്രമിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് 1ാം സ്ഥാനം ജിൻഡോയുടെ ഈ പറയുന്ന കപ്പെടുപ്പിനെ പറ്റി എന്താണ് നിനക്ക് പറയാനുള്ളത്? ജിൻഡോ ഒരു ഡിസേർവിംഗ് ആയിട്ടാണോ ഈ പറയുന്ന കപ്പ് പൊക്കിയത്? നിനക്ക് എന്താണ് തോന്നുന്നത്? ഈ പറയുന്ന പോലെ ജിൻഡോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി ജാസ്മിൻ ആയിരുന്നു. ജാസ്മിൻ ഇപ്പൊ 3ാം സ്ഥാനത്തേക്ക് തള്ളി, പിന്നെ അർജുൻ വന്നു. എന്താണ് നിനക്ക് പൊതുവിൽ തോന്നുന്നത്? ജിൻഡോ ഇതിനൊരു ആപ്റ്റ് ആയിരുന്നോ? ഈ ഒരു കപ്പ് പൊക്കുന്നതിൽ, കപ്പ് എടുക്കുന്നതിൽ ജിൻഡോ 1ാം സ്ഥാനത്ത് വന്നതിൽ നിനക്ക് എന്താ തോന്നുന്നത്? ജിൻഡോ തന്നെയാണ് തമിഴ് തൊമ്മെന്നുള്ള നിലയില് ജിൻഡോ തന്നെയാണ് കപ്പടിക്കാറുള്ളത് ഈ 5 പേരെ വെച്ച് നോക്കുമ്പോ. ഓക്കെ കൂടുതലായിട്ട് സത്യം പറഞ്ഞാൽ അത്ര ഡിസർവിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ വായിക്കാണ് വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് പുള്ളി വിജയിച്ച നോർമലായിട്ടാണ് തോന്നിയത്. ഓക്കെ, സത്യത്തിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെയാണ് പുള്ളിയുടെ. ഭയങ്കര എന്ന് വെച്ചാൽ നീ പറഞ്ഞത് ശരിയാണ്, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാമെങ്കിൽ കൂടി മണ്ടൻ എന്ന് ലാലേട്ടൻ തന്നെ ഈ പറയുന്ന ഒരു ആങ്കറിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലൊരു മോശമായിട്ടുള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് പുള്ളിക്കാരനെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ ലാലേട്ടൻ തന്നെ സത്യത്തിൽ മാറ്റി പറയേണ്ടി വരുന്നൊരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടത്. എന്തായാലും ഈ പറയുന്ന പോലെ 1ാം സ്ഥാനം ജിൻഡോ അർഹിക്കുന്നത് തന്നെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടെയും ഈ ഒരു ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ വരും, തമ്മിൽ ഭേദം തൊമ്മൻ എന്നല്ലേ? അതല്ലേ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആള് തന്നെയാണ്, നോണ പറഞ്ഞിട്ടുള്ള ആള് തന്നെയാണ്. ചില ആൾക്കാര് പറഞ്ഞ വാക്കുകൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കൂട്ടത്തിലുള്ളവരിൽ ഭേദം പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ. അതെ, ശരിയാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഏറ്റവും ലാസ്റ്റ് ഡേ ആണ്. 5ാം സ്ഥാനത്ത് ഋഷിയും, 4ാം സ്ഥാനത്ത് അഭിഷേകും, 3ാം സ്ഥാനത്ത് ജാസ്മിനും, 2ാം സ്ഥാനത്ത് അർജുനും, 1ാം സ്ഥാനത്ത് ജിൻഡോയും വന്നതോടുകൂടി ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ തിരശീല വീഴുകയാണ്. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട്? എന്തെങ്കിലും ഉണ്ടോ പറയാൻ വേണ്ടി? ഇല്ല, സത്യമായ കൂട്ടത്തില് ഭേദപ്പെട്ട ഒരാളിന് കപ്പ് കിട്ടിയതായിട്ട് അറിയിക്കുന്നു. ജാസ്മിൻ 3ാം സ്ഥാനം ശരിക്കും 2ാം സ്ഥാനം കിട്ടാനുള്ള അത്രയും യോഗ്യത ഉണ്ടായിരുന്നിട്ടും 3ാം സ്ഥാനത്തിലേക്ക് മാറപ്പെട്ടു. പിന്നെ
അവര് അഭിഷേക് ഋഷിയൊക്കെ അറിയിച്ചിരുന്ന, അല്ലെങ്കിൽ അവർക്ക് എത്താൻ പറ്റാവുന്ന മാക്സിമം ലെവലിൽ തന്നെയാണ് അവർ എത്തിയതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അതാണ്. ഓക്കെ, ബൈ.